നമ്മിപ്പം പിന്നെ കർക്കിടക മാസമല്ലേ, അതുകൊണ്ട് ലേശം ഉലുവ കഞ്ഞി വെക്കാന്ന് വിചാരിക്കുന്നു. മുമ്പെല്ലാം അങ്ങനെ വെക്കലുണ്ട്. മറ്റേ കർക്കിടക കഞ്ഞിയായിട്ട് പിന്നെ നമുക്ക് അടുത്ത ഒരു പ്രാവശ്യം വെക്കാൻ നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല പിന്നെ കറമ്പലില്ലേ അരി, മട്ട അരിയാണ്. അത് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് നിറച്ച് എടുത്തതാണിത്. അപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് ഉലുവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 3 സാധനമാണ് ഇപ്പോൾ ഇല്ലത്. 3 സാധനം കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കാം. ഇതിപ്പോൾ നേരത്തെ ഉലുവക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് പിന്നെ ചെറുപയറും അരിയും ഉലുവയും എല്ലാം കൂടിയിട്ട് ഒരു 6 മണിക്കൂർ കുതിരാൻ വെച്ചതാണ്. അതിപ്പം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വേവും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉലുവക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, അത് വേവണ്ടേ. അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഫസ്റ്റിൽ 1 വിസിൽ ഫുൾ തീയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ചിട്ട് 3 വിസിൽ. അപ്പോൾ ഒട്ടാകെ 4 വിസിലിന് നമുക്കത് ഓഫാക്കി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ഉലുവക്കഞ്ഞിയുടെ ഇത് സാധനം അടുപ്പത്ത് വെച്ചത് വേകുമ്പോഴേക്ക് നമുക്ക് 1/2 മുറി തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ആണി വെല്ലം, അത് നമുക്ക് പാവ് കാച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് പാവ് കാച്ചിട്ട് അരിച്ചിട്ട് ഒഴിക്കുക. അത് വെന്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടെടുക്കാം. അധികം മുതിയണ്ട. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ നെയ്യ് വാങ്ങാനാകുമ്പോൾ ഒഴിക്കണം. അതിൽ തേങ്ങ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ, എന്നിട്ടാകുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം. നമ്മുടെ ഉലുവക്കഞ്ഞി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടെല്ലാണെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് മണ്ണിൻ്റെ പാത്രത്തിൽ തന്നെയാണ് വേവിക്കല്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കത്തിച്ചിട്ട് ആക്കിയത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടാനും പിന്നെ ഈ സന്ധിവേദന ഉണ്ടെങ്കിലും നടുവേദനക്കും എല്ലാം നല്ല ഒരു ഇതാണ്. ഇപ്പോൾ ഷുഗർ ഇല്ലവരാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ടിട്ടും ഇത് ഉണ്ടാക്കാം. ഇതിപ്പം ഞാനിപ്പം മധുരം ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞക്കല്ല അത് വളരെ ഇഷ്ടമാവും, കുഞ്ഞക്കും കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ മധുരം ഇട്ടിനി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഉപ്പിട്ടിട്ടും ആക്കാം, മധുരം ഇട്ടിട്ടും ആക്കാം.